ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സുധി ഇളയച്ച എന്ന് വിളിക്കുന്നിടത്താണ് നമ്മൾ നിന്നത്. അപ്പോൾ ഇന്നും അതന്നെ. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയും, ഇവനിത് ആദ്യമായിട്ടാണ്, ഇവനൊരു പാവമാണ്, ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, ആദ്യമായിട്ടാണ്, ഇളയച്ചനൊന്നും വിചാരിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഇളയച്ചൻ പറയും, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സാരമില്ല, ഇതൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സാരില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, ആദ്യം ആടുകളെ കാണുമ്പോൾ പാവം പോലെ തന്നെയാണ് തോന്നുക, പക്ഷേ അവരെ ജീവനോടെ വെട്ടി നുറുക്കി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇളയച്ച മതി നിർത്ത്, ഇനി പോയി കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇളയച്ചൻ റൂമിൽ പോകും. ശ്രുതിയും റൂമിൽ പോകും. റൂമിൽ പോയിട്ട് ശ്രുതിയോട് ഇച്ചിരി ഒരു ശ്രുതി എന്തിനാണ് ശ്രുതി കുടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് അടിക്കും. എന്തിനാണ് കുടിച്ചത്, എനിക്ക് കുടിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അടിക്കും. അപ്പോൾ ശ്രുതി പറയും, ഞാൻ കുടിച്ചതല്ല, എന്നെ കുടിപ്പിച്ചതാ, അപ്പോൾ തട്ടി മാറ്റണ്ടേന്ന് ശ്രുതി ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, എങ്ങനെ തട്ടി മാറ്റാനാണ്, എൻ്റെ കൈ രണ്ടും ബാഗിൽ പിടിച്ചിട്ട് അവരിങ്ങനെ വായിലേക്ക് ഒഴിച്ചു വരുമ്പോൾ ഞാൻ എങ്ങനെ തട്ടി മാറ്റാനാണ്, എങ്ങനെ എന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതി പറയും, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ആ മോരും വെള്ളം സൂപ്പറായിരുന്നു എന്ന് പറയും. ഒരു ഗ്ലാസ്സും കൂടെ കിട്ടുമെന്ന് വയ്ക്കും. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും കേട്ടോ. മോരും വെള്ളമല്ല, പോയിട്ട് കിടക്ക്, എനിക്ക് ആ ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല എന്നിങ്ങനെ ശ്രുതി പറയും. അപ്പോൾ എന്നിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു അവിടെ, അതെടുത്തിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അടിക്കും, കുറേ അടിക്കും. എന്നെ തല്ലല്ല, ഞാൻ കുടിച്ചതല്ല എന്നിങ്ങനെ പറഞ്ഞില്ലെന്ന് ശ്രുതി പറയും. അപ്പോൾ എന്നിട്ട് എന്തായാലും കുടിക്കുമ്പം ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ഗ്ലാസ്സും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇങ്ങനെ ശ്രുതി പറയും. അപ്പോൾ ശ്രുതിക്ക് വീണ്ടും ദേഷ്യം പിടിക്കും. എന്നിട്ട് കട്ടിലിൽ ഉന്തിയിട്ടിട്ട് അവനോട് കിടക്കാൻ വേണ്ടി പറയും. അങ്ങനെ രാത്രിയായി. എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കും, നീ അവനെ വഴക്ക് പറഞ്ഞോ, ശ്രുതി എന്തേ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഉറങ്ങി, പിന്നെ വഴക്ക് പറയാതെ അങ്ങനെയല്ലേ ശ്രുതി വന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് അവനെ കുടിപ്പിച്ചതല്ലേ, അവനെ അങ്ങനെ പറയേണ്ടായിരുന്നു, അവൻ അല്ലെങ്കിലേ വിഷമത്തിലാണ്, ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ വലിയ നിലയിലെത്തും, നിൻ്റെ ഇളയച്ചൻ എന്തെങ്കിലും അവനെക്കുറിച്ച് വിചാരിക്കുമോ, നിൻ്റെ അച്ഛനോട് ഈ കാര്യം പറയുമോ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, ഞാൻ ഇളയച്ചനോട് പറഞ്ഞോളാം, അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ചന്ദ്രമതി പറയും, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടി ഈ ബിസിനസ്സിൻ്റെ കാര്യം കൂടെ സംസാരിക്കുക, അവൻ പെട്ടെന്ന് ബിസിനസ് തുടങ്ങട്ടെ എന്നൊക്കെ പറയും. ഇളയച്ചനെ പോലൊരു ബിസിനസ്സുകാരട്ടെ, ഇളയച്ചൻ്റെ അതേ ബിസിനസ് തുടങ്ങിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ശ്രുതി പറയും, ഇളയച്ചൻ്റെ ബിസിനസ്സൊന്നും തുടങ്ങുമൊന്നും വേണ്ട, ശ്രുതിക്ക് കുറേ വേറെ ഐഡിയാസ് ഉണ്ട്, അത് തുടങ്ങാമെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് വേണ്ട, ഇളയച്ചൻ്റെ അതേ ഇതായിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ശ്രുതിക്കൊരു ഇറച്ചിക്കട ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് അതോടെ കഴിയും. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ചർച്ച അങ്ങോട്ട് കഴിയും. എന്നിട്ട് ശ്രുതി നേരെ കിച്ചണിൽ റൂമിലേക്ക് വരുമ്പം ഈ പുറത്ത് നിന്ന് നമ്മുടെ മാഹേഷും സച്ചിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ പണി പാളിയല്ലോ, മദ്യം കുടിപ്പിച്ചിട്ട് ബീരാൻ്റെ മലേഷ്യ ഇളയച്ചൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തെടുക്കാനായിരുന്നില്ലേ നിൻ്റെ പ്ലാന്, അത് പൊളിഞ്ഞില്ലേ, ഇനി എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി ഇത് കേൾക്കും. എന്നിട്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ, ഇവൻ കുടിപ്പിച്ചിട്ട് എല്ലാം പുറത്തെടുക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് സച്ചി പറയും, ഇന്ന് പോയത് പോട്ടെ, നാളെ ഞാൻ എന്തായാലും പറയിപ്പിക്കും, നാളെ ഒരു പാളിച്ചും പറ്റില്ല, നാളെ എന്തായാലും പറയിപ്പിക്കും ഇങ്ങനെ സച്ചി പറയും. അതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇവൻ അന്വേഷണം തുടങ്ങി, ഇങ്ങനെ അവൾ ടെൻഷൻ അടിക്കും. എന്നിട്ട് മഹേഷ് പറയും, എന്നാലും ഇളയച്ചനല്ലേ, സ്വന്തം ഇളയച്ചനൊരു മകനെ പോലെ കാണേണ്ടതല്ലേ ശ്രുതിയെ, എന്നിട്ട് അയാൾ ഒരു ഇതില്ലാണ്ട് കുടിപ്പിച്ചില്ലേ അവനെ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചിയും പറയും, ഞാനും വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ കുടിപ്പിച്ചില്ലേ, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ എല്ലാം എൻ്റെ തലയിൽ കുറ്റം എന്നൊക്കെ ഇങ്ങനെ സച്ചിയും മഹേഷും കൂടെയൊക്കെ സംസാരിക്കും സത്യം. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവും, ബീരാനിക്കാണ് ശ്രുതിയെ കുടിപ്പിച്ചെന്നിങ്ങനെ മനസ്സിലാവും, അതൊക്കെ മനസ്സിലാവും. എന്നിട്ട് സച്ചി ഇങ്ങനെ പറയും, മഹേഷ് പറയും, സ്വന്തം മോനെ പോലെ കാണേണ്ടതല്ലേ, ശരിക്കും അങ്ങനെ ആകുമ്പോൾ കുടിപ്പിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അതിന് അയാൾ ഇളയച്ചനൊന്നും മലേഷ്യയിൽ നിന്ന് വന്നതൊന്നുമല്ല, അയാൾ എവിടെയോ ഉള്ളതാണെന്ന്, ഇങ്ങനെ നാട്ടിൽ തന്നെ ഉള്ളതാണെന്ന് പറയും. എന്നിട്ട് പറയും, അയാൾ ആദ്യം മലേഷ്യയിൽ നിന്ന് വന്നത് തന്നെയാണോ എന്നായിരുന്നു എൻ്റെ സംശയം, ഇപ്പം അത് മാത്രമല്ല ആ പാർലറേട്ടത്തിയുടെ ഇളയച്ചനും കൂടിയാണെന്നൊരു സംശയമുണ്ട്, അവർ രണ്ടാളും കൂടെ നാടകം കളിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ അവൻ പറയും. അപ്പോൾ ശ്രുതിക്ക് ഏകദേശം മനസ്സിലായി, ഇനി ഇവിടെ നിക്കക്കളി ഉണ്ടാവില്ല, ഇനി പെട്ടെന്ന് തന്നെ അയാളെ പറഞ്ഞേക്കണം, ഇവൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിലാക്കും. എന്നിട്ട് വേഗം അവൾ നമ്മുടെ ബീരാനിക്കയുടെ റൂമിൽ പോയിട്ട് ബീരാനിക്കാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും, വിളിച്ചുകൊണ്ട് എണീക്കെന്ന് പറഞ്ഞിട്ടൊന്നും എണീക്കില്ല, കുറേ വിളിച്ചതിന് ശേഷം എണീക്കും. അപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട്
നമ്മുടെ ബീരാനിക്ക് പറയും, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവിടെ എവിടെയാണ് ക്യാമറയുള്ളത്, എവിടെ നോക്കിയിട്ടും കാണുന്നില്ലല്ലോ, എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ എവിടെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. ജോഷി സാർ എപ്പോൾ വരുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളല്ലേ ശ്രുതിയെ കുടിപ്പിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ബീരാനിക്ക് ആദ്യം തപ്പും, ഞാനല്ല, സച്ചിയും കൂട്ടുകാരാന്ന് കുടിപ്പിച്ചതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി ഒരു കയ്യിൽ ചെറുങ്ങനെ റെഡി കൊടുത്തിട്ട് പറയും, സത്യം പറ, നിങ്ങളല്ലേ കുടിപ്പിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ബീരാനിക്ക് പറയും, ഞാൻ തന്നെയാണ് കുടിപ്പിച്ചത്. അത് പിന്നെ പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്തിനാണ് കുടിപ്പിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ബീരാനിക്ക് പറയും, അത് പിന്നെ ഒരു ഇളയച്ചൻ്റെ സ്നേഹം എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, ഇളയച്ചൻ്റെ സ്നേഹം, എന്തിനാണ് വെറുതെ നിങ്ങളിങ്ങനെ ചെയ്ത്, നിങ്ങൾ കുടിച്ചു, എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് നമ്മുടെ ഇളയച്ചൻ പറയും, ക്യാമറ ഉണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി ക്യാമറ ഉണ്ടെന്ന്, നീ വളരെ കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ചില്ലേ ശ്രുതി ആരാ കുടിപ്പിച്ചതെന്ന്, ഇപ്പം എനിക്ക് ബോധ്യമായി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രുതി പറയും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം, നാളെ തന്നെ പോയിക്കോളാം എന്നിങ്ങനെ പറയും. അപ്പോൾ ബീരാനിക്ക് പറയും, നാളെ തന്നെ പോകാനോ, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെ വീട്ടുകാർക്ക് സംശയം തോന്നില്ലേ, വീട്ടുകാർക്ക് വിഷമാവില്ലേ, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, ഒന്നും പറയണ്ട, നിങ്ങൾ അഭിനയിച്ചിടത്തോളം മതി, പോയിക്കോളണം, നാളെ രാവിലെ തന്നെ പോയിക്കോളണം എന്ന് പറയും. അപ്പോൾ ബീരാനിക്ക് പറയും, അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, എൻ്റെ മുഴുവൻ അഭിനയം ഞാൻ പുറത്തെടുത്തിട്ടില്ല, ഒരു 2-3 ദിവസം കൂടെ വേണം ഫുൾ ആയിട്ടുള്ള അഭിനയം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ശ്രുതി പറയും, അഭിനയിച്ചിടത്തോളം മതി, ഒന്ന് പോയി തന്നാൽ മതി, നാളെ രാവിലെ തന്നെ പോകണം, നാളെ രാവിലെ ഞാനൊരു കഥയായിട്ട്, അതായത് എൻ്റെ ഇളയമ്മയ്ക്ക് സുഖമില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നു പറയും. അപ്പോൾ ബീരാനിക്ക് പറയും, എൻ്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കും. അപ്പോൾ ശ്രുതി പറയും, നിങ്ങളുടെ ഭാര്യയ്ക്കൊന്നുമില്ല, ഇതൊരു കഥയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ബീരാനിക്ക് പറയും, ഇതിൻ്റെ ഇടയിലൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ടോ, നീയും അഭിനയിക്കുന്നുണ്ടോ, നീയും കഥ കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ജോഷി സാറോട് ചോദിച്ചിട്ട് തന്നെയാണോ ഈ ടെസ്റ്റൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അതൊന്നും നിങ്ങളറിയണ്ട, നാളെ രാവിലെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം, നാളെ രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരുന്ന പോലെ ഞാൻ അഭിനയിക്കും, എന്നിട്ട് ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയും ഇളയമ്മക്ക് സുഖമില്ല, എന്നിട്ട് ഇപ്പം തന്നെ നിങ്ങൾ പോകണം, എനിക്കിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയെ കാണണം, പോകണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കൊള്ളണം, പെട്ടിയും തൂക്കി ഇവിടുന്ന് പോയിക്കൊള്ളണം എന്നിങ്ങനെ ശ്രുതി പറയും. നല്ലോണം അഭിനയിച്ചോളണം, സഹിക്കാൻ പറ്റാതെ കരയണം ഇത് കേട്ടപ്പാട് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ ബീരാനിക്ക് പറയും, ഇളയമയോ അതാരാ നീന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങളെൻ്റെ ഇളയച്ചനല്ലേ ഇപ്പോൾ, അപ്പോൾ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുമ്പോൾ എൻ്റെ ഇളയമ്മയായിട്ട് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ കുറേ സമയം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മനസ്സിലാക്കി വെക്കും. അപ്പോൾ എന്നിട്ട് ശ്രുതി പറയും, കിടന്നോ, നാളെ രാവിലെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി പോവും. അപ്പോൾ ബീരാനിക്ക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അഭിനയിക്കാൻ എന്നെ പഠിപ്പിക്കണം ഇവളെന്നിങ്ങനെ പറയും. എന്നിട്ട് എവിടെയാണ് ക്യാമറ വെച്ചതെന്ന് നോക്കട്ടെ എന്നിട്ട് റൂം കുറച്ച് തപ്പും. അപ്പോൾ ബീരാനിക്ക പറയും, എവിടെയും കാണുന്നില്ല, പഠിച്ച കള്ളന്മാറാ എനിക്കിങ്ങനെ പറഞ്ഞിട്ട്, എന്തായാലും ചെറിയൊരു അഭിനയം കാഴ്ച വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് ശൃംഗാരവും ദ്രൗദ്രമൊക്കെ കാണിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് കിടക്കും. കിടന്നതിന് ശേഷം ക്യാമറയിൽ നോക്കിയിട്ട് പറയും, ജോഷി സാറിൻ്റെ അടുത്ത സിനിമയിലേക്ക് എനിക്കൊരവസരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങും. അങ്ങനെ അതോടെ കഴിഞ്ഞ് രാവിലെ നമ്മുടെ ചന്ദ്രമതി ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ രേവതി അവിടേക്ക് വരും. അമ്മയ്ക്ക് ചായ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ചായ ഇട്ട് തരില്ലേ എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി ദേഷ്യപ്പെടും. എന്നിട്ടാണ് അമ്മ നിന്നെ ജോലി ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടല്ലേ, അത് കണ്ട് നിനക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി പറയും, എനിക്ക് സന്തോഷിക്കാൻ എത്രയോ കാരണങ്ങളുണ്ട്, ഇതൊന്നും വേണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, 2 ദിവസം കഴിഞ്ഞാൽ നീ അങ്ങോട്ടേക്ക് തന്നെയാണ് വരിക, എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരിക, അവിടെ വെച്ച് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഒരു കപ്പ് ചായ എടുത്തിട്ട് പോകും. എന്നിട്ട് നമ്മുടെ രവി അച്ഛനും അച്ഛമ്മയും കൂടെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ രവി അച്ഛൻ പറയും, ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു ചായ കുടിക്കണം, എന്നാൽ ചായ ഇങ്ങ് താന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് മലേഷ്യയിലെ ഇളയച്ചനുള്ളതാണ്, ശ്രുതിയുടെ ഇളയച്ചനുള്ളതാണെന്ന് പറയും. അങ്ങനെ ഇളയച്ചനെ വിളിക്കും. അപ്പോഴേക്കും സച്ചിയും മഹേഷും അവിടെ എത്തും. സച്ചി ഇങ്ങനെ പറയും, ഒരു പണക്കാരനെ കണ്ടപ്പോൾ അച്ഛനെ മറന്നുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഇളയച്ചനെത്തും, ചായ കൊടുക്കും. രേവതി അപ്പോഴേക്കും എല്ലാവർക്കും ചായ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സംസാരങ്ങളൊക്കെ അവിടെയുണ്ട്. ഇന്ന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയും, ഇന്ന് ആടാണ്, ആട് ഇവിടുന്ന് അടുത്തുനിന്ന് വെട്ടുന്നുണ്ടായിരുന്നു, അവിടുന്ന് കുറച്ച് ആടിൻ്റെ ഇറച്ചി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആട് കേട്ടപാടൻ നമ്മുടെ ബീരാനിക്കാകെ, എന്നിട്ട് എന്നിട്ട് എന്താ എന്നോട് പറയായിരുന്നു, എന്നെ എന്താ വിളിക്കാനേ എന്നൊക്കെ ചോദിക്കും. അത് നിങ്ങളോട് എന്തിനാണ് പറയുന്നത് എന്നിങ്ങനെ സച്ചി ചോദിക്കും. അപ്പോൾ മനസ്സിലാവും, ഇളയച്ചനാകെ പതുങ്ങിയിട്ട് പറയും, അതൊന്നുമില്ല, ഞാൻ ഇതുവരെ ആടിനെ വെട്ടുന്ന കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയും. സച്ചിക്ക് ഏകദേശം കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറയും, ഇന്ന് മട്ടൻ ചാപ്സും ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി ഇത് ബാക്കിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബിരിയാണിക്ക് പറയും, ആട് ഓരോന്നിനും ഓരോരോ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം, ചെറിയ കഷ്ണം, അങ്ങനെ ഓരോ
ഓരോന്നിനും ഓരോരോ സൈസ് ഉണ്ട്, അതുപോലെ കട്ട് ചെയ്യണം. അത് പലർക്കും അറിയില്ല. പിന്നെ തല ഇങ്ങനെ നടുക്കൂടെ കീറിയിട്ട് വെക്കണം, എന്നാലും ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ടിങ്ങനെ സച്ചി പറയും, നിങ്ങൾക്കല്ലേ അറിവുള്ളത്, നിങ്ങളെ ഇതിൽ എക്സ്പീരിയൻസ്ഡ് അല്ലേ, നിങ്ങൾ പോയിട്ട് വെട്ടിയിട്ട് വന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴേക്കും ശ്രുതി വേഗം ഫോണ് ചെയ്യുന്ന പോലെ ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും, എന്താ പറ്റി? അയ്യോ ഇപ്പം തന്നെ ഞാൻ വരാൻ വേണ്ടി പറയും, ഇളയച്ചൻ ഇവിടെ വന്നുകൊണ്ട് എല്ലാവരും സന്തോഷമായിരുന്നു, ഇപ്പം തന്നെ വരാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ പറയും. എന്നിട്ട് വരാൻ പറയാൻ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ എന്താ ശ്രുതി എന്താ പറ്റിയെന്നൊക്കെ എല്ലാവരും ചോദിക്കും. ഇളയച്ചനും ചോദിക്കും, എന്താ ശ്രുതി നിൻ്റെ മുഖത്തൊരു ടെൻഷൻ പോലെ, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഇളയമ്മക്ക് സുഖമില്ല, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്നൊക്കെ ഇങ്ങനെ പറയും ടെൻഷനോടെ. അപ്പോൾ ബീരാനിക്ക് പറയും, ഏതിളയമ്മ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ആകെ കുഴഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.